സ്വാഗതം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് നോക്കാം. അന്താരാഷ്ട്ര വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഹമാസ് കൈമാറിയ മൃതദേഹങ്ങളിൽ ഒന്ന് ബന്ദിയുടേത് അല്ലെന്ന് ഇസ്രായേൽ സൈന്യം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് മെഡിസിനിൽ നടന്ന പരിശോധനയിലാണ് സ്ഥിരീകരണമെന്ന് വാദം. ഇസ്രായേൽ കൈമാറിയ 45 ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധമാണെന്ന് ഹമാസ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് പറഞ്ഞതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോസ്കോയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ വലിയ ചുവടുവയ്പ്പാണിത്. ഇനി ചൈനയും അതേ കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നും ട്രംപ്. സർക്കാർ അടച്ചുപൂട്ടൽ സമയത്ത് ആയിരക്കണക്കിന് ഫെഡറൽ ജീവനക്കാരെ ട്രംപ് ഭരണകൂടം പിരിച്ചുവിടുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ കോടതി ഉത്തരവ്. സാൻ ഫ്രാൻസിസ്കോയിലെ ജില്ലാ കോടതിയാണ് താൽക്കാലിക ഉത്തരവിറക്കിയത്. പിരിച്ചുവിടലുകൾ നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് തൊഴിലാളി യൂണിയനുകൾ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ 48 മണിക്കൂറിന്റെ താൽക്കാലിക വെടിനിർത്തൽ. അതിർത്തി പ്രശ്നം പരിഹരിക്കാനും തീവ്ര ശ്രമം തുടരുന്നു. പാകിസ്ഥാനാണ് ആക്രമണം തുടങ്ങിവെച്ചതെന്ന് താലിബാൻ ആരോപണം തള്ളി പാകിസ്ഥാൻ. യുക്രൈനിലെ ഒഡേസ മേയർ ജെന്നഡി ട്രുഖനോവിന്റെ പൌരത്വം റദ്ദാക്കി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടേതാണ് നടപടി. റഷ്യൻ പാസ്പോർട്ട് കൈവശം വെച്ചെന്ന് ആരോപിച്ചാണ് നടപടി. ഒഡേസയിൽ സൈനിക ഭരണകൂടത്തെയും നിയമിച്ചു. ജെന്നഡി ട്രുഖനോവിനെ നാടുകടത്താൻ നീക്കം. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂരി ഇന്ന് ഇന്ത്യയിലെത്തും. സന്ദർശനം 3 ദിവസം നീളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക ലക്ഷ്യം. ചാർലി കിർക്കിന്റെ മരണം ആഘോഷിച്ചതിന് 6 വിദേശികളുടെ വിസ റദ്ദാക്കി യുഎസ്. മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക, പരാഗ്വേ രാജ്യങ്ങളിലെ പൌരന്മാർക്കെതിരെയാണ് നടപടി. അമേരിക്കൻ പൌരന്മാരുടെ മരണം ആഗ്രഹിക്കുന്ന വിദേശികളെ സ്വീകരിക്കാനാകില്ല എന്നാണ് വിദേശകാര്യ വക്താവ് അറിയിച്ചത്. വെനസ്വേലയിൽ രഹസ്യ നീക്കങ്ങൾ ആരംഭിക്കാൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയതായി റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെ അധികാരത്തിൽ നിന്ന് നീക്കാനാണ് ശ്രമമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ തെളിവുകൾ നൽകിയാൽ പ്രതിഫലം ഉറപ്പാക്കുമെന്നും യുഎസ്. എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കി 2 സർവീസുകൾ പുനരാരംഭിക്കുന്നു. 28-ന് പുനരാരംഭിക്കുന്ന ശീതകാല ഷെഡ്യൂളിൽ തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്കും അബുദാബിയിലേക്കും വിമാനങ്ങൾ. പ്രവാസികൾക്കുള്ള നോർക്ക കെയർ ഇൻഷുറൻസിൽ ചേരാനുള്ള കാലാവധി നീട്ടി ഒക്ടോബർ 30 വരെയാണ് സമയം. മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് നോർക്ക സിഇഒ. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും പദ്ധതിയിൽ. ഹജ്ജിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അനുമതിയില്ല. ഡയാലിസിസ് രോഗികൾ മുതൽ 6 മാസം ഗർഭിണികളായവർ വരെ പ്രവേശനം നൽകില്ല. വിശദമായ പട്ടിക കേന്ദ്ര സർക്കാരും പുറത്തിറക്കി. ഹജ്ജിന്റെ വിമാനയാത്രാ ഷെഡ്യൂളുകളും സൗദി പ്രഖ്യാപിച്ചു. ശൈത്യകാലത്തെ വരവേൽക്കാൻ ഒമാൻ ഒരുങ്ങുന്നു. സീസൺ തുടങ്ങുന്നത് വൈകിയെന്ന് കാലാവസ്ഥാ വിഭാഗം. ഡിസംബർ വരെ തണുപ്പ് അനുഭവപ്പെടില്ല. നവംബർ ഡിസംബർ മാസങ്ങളിൽ മഴയിലും കുറവുണ്ടാകും.